ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഡെയിലി വെയറിന് പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ബ്രൗൺ ഷെയ്ഡ്സ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് മെബലിൻ്റെ ആമസോണിയ എന്ന് പറഞ്ഞ ഈ ഷെയ്ഡാണ്. ഞാൻ യൂസ് ചെയ്തതിൻ്റെ വെച്ച് ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഷെയ്ഡാണിത്. വാം ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. ഒരു 10 to 12 hours ഒക്കെ നല്ല ഈസിലി നിൽക്കും. ആൻഡ് ഇതൊരു മസ്റ്റ് ലിപ്സ്റ്റിക് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ബിക്കോസ് നിങ്ങളൊരു ഹെവി മേക്കപ്പ് ഒക്കെ ഇടുകയാണെങ്കിൽ ഒരു ലുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണിത്. സീ സച്ച് എ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. പക്ഷേ എനിക്കിതിൻ്റെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് കുറച്ച് ഡ്രൈയിങ് ആണ് ആൻഡ് റിമൂവ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഞാൻ കൂടുതലും ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ഇത് റിമൂവ് ചെയ്യാറ്. ഇത് നൈക്കിലെ മദ്രാസ് കാപ്പി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ ബ്രൗൺ ഷെയ്ഡ്. ആൻഡ് നിങ്ങൾ ഫെയർ ടു മീഡിയം സ്കിൻ ടോണിന് പറ്റിയ ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ ദ ഷെയ്ഡ് ഈസ് മെയ്ഡ് ഫോർ യു. മാറ്റ് ഫോർമുലയാണ്, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡ്രൈയിങ് ആണ്. പിന്നെ നിങ്ങൾക്ക് നോ മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യണമെങ്കിൽ പറ്റിയ ഷെയ്ഡാണ്. പിന്നെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ബോട്ടിലൊക്കെ പെട്ടെന്ന് കഴിയുന്ന പോലെ എനിക്ക് തോന്നി. ഇതെൻ്റെ ഒരു 3rd or 4th ബോട്ടിലാണ്. പിന്നെ ഓഫീസിലേക്കൊക്കെ ഇടാൻ പറ്റിയ ബെസ്റ്റ് ഷെയ്ഡാണ്. ഓഫീസിലേക്കും കോളേജിലേക്കും പറ്റിയൊരു ബെസ്റ്റ് ഷെയ്ഡാണ്. ബിക്കോസ് നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇല്ലെന്ന് വെച്ചാൽ ഇല്ല. ആ ഒരു ലുക്ക് നമുക്ക് തരും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോ മേക്കപ്പ് ലുക്കിന് പറ്റിയൊരു ഷെയ്ഡാണ്. നെക്സ്റ്റ് ഷെയ്ഡ് നൈക്കിൻ്റെ ചായ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. നൈക്കിൽ തന്നെ ഭയങ്കര വൈറലായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഒരു ബ്യൂട്ടിഫുൾ ബ്രൗൺ ഷെയ്ഡാണ്. മദ്രാസ് കാപ്പിനേക്കാളും കുറച്ചും കൂടി ഡീപ്പായുള്ള ഒരു ഷെയ്ഡാണ്. മദ്രാസ് കാപ്പി കുറച്ചും കൂടിയും ഒരു ഫെയർ ടു മീഡിയം സ്കിൻ ടോണാണ് മാച്ച് ആവുക. പക്ഷേ ഈ ചായ് കുറച്ചും കൂടി മീഡിയം ടു ഡസ്കി സ്കിൻ ടോണാണ് കേട്ടോ മാച്ച് ആവുക. മെബിലിൻ്റെ ന്യൂ നുവാൻസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ആൻഡ് ദിസ് ഈസ് ദ ഷെയ്ഡ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്. ഞാൻ എന്നും ഓഫീസിലേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഷെയ്ഡാണ്. പിന്നെ ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഒരു 300 ബിലോയിലൊക്കെ എപ്പോഴും കിട്ടും. ഐ തിങ്ക് ഒരു 250-260 റുപ്പീസിലൊക്കെ എപ്പോഴും നൈക്കിയിൽ ഇത് അവൈലബിൾ ആണ്. ഇതിനൊരു ക്രീമി മാറ്റ് ടെക്സ്ചറാണ്. ബ്രൗൺ ഷെയ്ഡാണ്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്ത് ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. ഇതൊരു മാക്സിമം ഒരു 2-3 hours ഒക്കെ എന്തായാലും നിൽക്കുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് ഷെയ്ഡാണ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗീമി മോക്ക എന്ന് പറഞ്ഞ ഈ ഷെയ്ഡ്. ആൻഡ് ദിസ് ഈസ് ദ OG ഷെയ്ഡ് ഫ്രം വെറ്റ് ആൻഡ് വൈൽഡ്. നല്ല ബ്യൂട്ടിഫുൾ ആയുള്ള ഒരു പിങ്ക് ആൻഡ് ബ്രൗൺ ന്യൂഡ് ഷെയ്ഡ് കേട്ടോ ഇത്. എനിക്കത് 2020 എല്ലാവരുടെ കയ്യിലുള്ളൊരു ഷെയ്ഡായിരുന്നു. ഇന്ത്യൻ സ്കിൻ ടോണിനൊക്കെ ഇതിനേക്കാളും ബെസ്റ്റായിട്ടൊരു ഷെയ്ഡില്ല. പിന്നെ ഒരു ഡീപ്പർ സ്കിൻ ടോണിന് കുറച്ച് വാഷ് ഔട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോണിന് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ കുറച്ച് ഡ്രൈയിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് 4 to 5 hours വരെയൊക്കെ ഇത് ഫെയ്ഡ് ആവാതെ നിൽക്കും. പക്ഷേ മാർക്കറ്റിൽ ഇതിനേക്കാളും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക് അവൈലബിൾ ആണ്. സോ അത് നോക്കുമ്പോൾ എനിക്കതിന് ഒരു 4 to 5 hours മാത്രം നിൽക്കുന്നത് കുറച്ച് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യാറെന്ന് വെച്ചാൽ ഞാൻ പറയില്ലേ, ഭയങ്കര ഡ്രൈയിങ് ആയ കാരണം ഞാൻ വെറ്റ് ആൻഡ് വൈൽഡ് അപ്ലൈ ചെയ്തിട്ട് എപ്പോഴും ഒരു ഗ്ലോസോ അല്ലെങ്കിൽ അതിന് മുന്നേ ഞാൻ ലിപ് ബാമോ യൂസ് ചെയ്യാറുണ്ട്. ഈ വെറ്റ് ആൻഡ് വൈൽഡ് ആൻഡ് ദ ഗ്ലോസ് ഭയങ്കര നല്ലൊരു പെർഫെക്റ്റ് ഒരു ലുക്കാണ് പാർട്ടി വെയറിനൊക്കെ. ഓക്കെ ഗായ്സ്, സോ ഇതായിരുന്നു ഇന്നത്തെ ലിപ്സ്റ്റിക് സ്വാച്ച് വീഡിയോ. നിങ്ങളുടെ ഫേവറേറ്റ് ഷെയ്ഡ് ഏതാണെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം. ഓൾ ദ പ്രോഡക്റ്റ് ലിങ്ക്സ് ആർ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബിലോ, സോ ചെക്ക് ഇറ്റ് ഔട്ട്. ഇനിയും ഇതുപോലെയുള്ള റിവ്യൂസ് ആൻഡ് സ്വാച്ചസ് വേണമെങ്കിൽ സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ ശരി, ബൈ.